ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മിരുതൻ സിനിമയെ കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. ജയം രവിയെ നായകനാക്കി ശക്തി സൗന്ദരരാജൻ സംവിധാനം ചെയ്ത് 2016 ഫെബ്രുവരി 19 റിലീസ് ചെയ്ത തമിഴ് സിനിമയിലെ തന്നെ ആദ്യത്തെ സോംബി മൂവിയാണ് മിരുതൻ. നമ്മളിൽ പലരും ആദ്യമായി കണ്ട സോംബി മൂവി കൂടിയായിരിക്കും മിരുതൻ. എന്തായാലും ഞാൻ ആദ്യമായിട്ട് കണ്ട സോംബി ഫിലിം അത് മിരുതൻ തന്നെയാണ്. അതിനുശേഷമാണ് ഇതുപോലുള്ള വേറെ ഫിലിംസ് വേറെ ലാംഗ്വേജിലും ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. പിന്നെ ട്രെയിൻ ടു പൂസാൻ, വേൾഡ് വാർ സെഡ്, അങ്ങനെ ഒരുപാട് സോംബി മൂവീസ് മിരുതം കാരണം കാണാനിടയായി. പലരുടെയും അവസ്ഥ ഇതുപോലെ തന്നെ ആയിരിക്കും. മിരുതം കണ്ടതിന് ശേഷമായിരിക്കാം പല സോംബി മൂവീസും എല്ലാവരും കാണാൻ തുടങ്ങിയത്. തമിഴിലെ ആദ്യത്തെ സോംബി മൂവി ആയിരുന്നിട്ട് കൂടിയും അർഹിച്ച വിജയം കിട്ടാതെ പോയ സിനിമകളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ് മിരുതൻ എന്ന് പറയുന്ന സിനിമ. 20 കോടി ബഡ്ജറ്റിൽ വന്ന് വേൾഡ് വൈഡ് ആയിട്ട് 50 കോടിക്ക് അടുത്ത് മാത്രമേ മിരുതൻ സിനിമ കളക്ട് ചെയ്തുള്ളൂ. സിനിമയുടെ അനൗൺസ്മെൻറ്റ് തൊട്ട് തന്നെ ഒരുപാട് വെല്ലുവിളികൾ ഈ ഒരു സിനിമ നേരിട്ടിരുന്നു. ഇത് മാത്രമല്ല, സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ശക്തി സൗന്ദരരാജനും പറഞ്ഞിരുന്നു ഈ സിനിമ എങ്ങനെ എടുത്തു തീർക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നുവെന്ന്. അവർ നേരിട്ട ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ ഒരു സിനിമയെന്നും ജയൻ രവിയും പറഞ്ഞിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് മെയിനായിട്ട് ഇതുപോലൊരു സോംബി സബ്ജക്റ്റ് തമിഴ് സിനിമയിൽ വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് ഇതുപോലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ ഏതൊരു പ്രൊഡ്യൂസറും ഭയക്കുന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോയെങ്കിലും അവസാനം ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായത് മൈക്കിൾ രായപ്പനായിരുന്നു. അങ്ങനെ മിരുതൻ സിനിമ 2016 റിലീസ് ചെയ്തു. എന്നാൽ സിനിമയ്ക്ക് ജസ്റ്റ് ആവറേജ് റിപ്പോർട്ട് മാത്രമാണ് കിട്ടിയത്. അതിന് കാരണം തമിഴ് ഓഡിയൻസ് തന്നെയാണ്. അന്നത്തെ തമിഴ് ഓഡിയൻസിന് അടിയിടി വെട്ട് കുത്ത് ബോംബ് ഈ പറഞ്ഞ പരിപാടീസ് മാത്രമേ ദഹിക്കുള്ളായിരുന്നു. ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങൾ അവന്മാർക്ക് ദഹിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മിരുതൻ എന്ന സിനിമയ്ക്ക് അർഹിച്ച വിജയം കിട്ടാണ്ടിരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഫുള്ള് മിരുതന് മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. എന്നാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം നല്ല അടാറ് പോസിറ്റീവ് റിപ്പോർട്ടും. ബട്ട് അതുകൊണ്ട് മാത്രം കാര്യമല്ല, തമിഴ്നാട്ടിൽ മിക്സഡ് വന്നതുകൊണ്ട് പടത്തിനെ അത് നല്ല രീതിയിൽ ബാധിച്ചു. അങ്ങനെ കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്ന ലിസ്റ്റിലേക്ക് മിരുതനും ഇടം പിടിച്ചു. അന്ന് മിരുതനെ തള്ളിപ്പറഞ്ഞ തമിഴ് ഓഡിയൻസ് എല്ലാം ഇപ്പോൾ മിരുതൻ 2 വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലായാലും നമ്മുടെ എവിടെ ആയാലും മിരുതൻ 2 വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അനാലിസിസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞല്ലോ, സിനിമ മെയിനായിട്ട് ആവറേജായി പോകാൻ കാരണം തമിഴ് ഓഡിയൻസ് തന്നെയാണ്. പരീക്ഷണ ചിത്രങ്ങളെല്ലാം അടപടലം പൊട്ടിച്ച് കൈ കൊടുക്കുന്നതിൽ തമിഴ് ഓഡിയൻസിനെ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ 24 ഒക്കെ. എനിക്ക് പേഴ്സണലി മിരുതൻ എന്ന സിനിമ ഒരുപാട് ഇഷ്ടമാണ്. എത്ര വട്ടം ഇത് റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയാനാവില്ല. കാരണം ആ ലെവലിൽ റിപ്പീറ്റ് വാല്യൂ പടത്തിനുണ്ട്. സിനിമയിൽ എടുത്തു പറയേണ്ടത് മ്യൂസിക്കിനെ കുറിച്ചാണ്. ഡീമാനാണ് സിനിമയുടെ മ്യൂസിക് എല്ലാം കൈകാര്യം ചെയ്തത്. ഡീമാൻ്റെ കരിയറിലെ ബെസ്റ്റ് വർക്ക് എന്ന് തന്നെ നമുക്ക് മിരുതൻ സിനിമയെക്കുറിച്ച് പറയാനാവും. ആ ലെവലിലാണ് സോങ്സും BGMസും എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിലും കിടുവാണ്. അതിപ്പോൾ എഡിറ്റിംഗ് ആയിക്കോട്ടെ, സിനിമോട്ടോഗ്രാഫി ആയിക്കോട്ടെ, സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, എല്ലാം വേറെ ലെവലായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് ഈ പടത്തിൽ മെയിനായിട്ട് ഇഷ്ടമായത് സോംബീസിൻ്റെ മേക്കപ്പ് ഒക്കെയാണ്. അതൊക്കെ അടിപൊളി തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മിക്ക സോംബി മൂവീസ് എടുക്കുകയാണെങ്കിലും അതിൽ ഈ സോംബി വൈറസിൻ്റെ സോഴ്സ് കാണിക്കാറില്ല. ചില സിനിമകളിൽ മാത്രമേ സോഴ്സ് കാണിച്ചിട്ടുള്ളൂ. സോഴ്സ് കാണിക്കുന്ന കാര്യത്തിൽ മിരുതൻ്റെ ആ ഒരു വെറൈറ്റി കോൺസെപ്റ്റ് എനിക്കിഷ്ടമായി. കാരണം ഒരു ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് അതൊരു കുഴിയിലേക്ക് മറിയുകയും അതൊരു ഡോഗ് വന്ന് കുടിച്ച് ആ ഡോഗാണ് ഫസ്റ്റത്തെ സോംബി ആവുന്നത്. ആ ഡോഗിൽ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് നല്ല രീതിയിൽ കണക്റ്റായി. എടുത്തു പറയേണ്ടത് സിനിമയിലെ ഫൈറ്റ് സീക്വൻസുകളാണ്. മെയിനായിട്ട് ഇൻ്റർവെൽ ബ്ലോക്കിൽ വെച്ച് സോംബീസ് ആംബുലൻസിനെ മൊത്തം കവർ ചെയ്യുന്നൊരു സീനുണ്ട്. അവിടെ വെച്ച് ജയൻ രവിയുടെ ഷോട്ട് ഗണ്ണ് വെച്ചിട്ടുള്ള ഒരു ഫയറിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ്, ആ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് കിടുക്കാച്ചി സംഭവം തന്നെയായിരുന്നു. പിന്നെ സിനിമയുടെ ഫസ്റ്റത്തെ ഒരു 20 മിനിറ്റ് കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കൊള്ളായിരുന്നു. മടുപ്പിക്കുന്ന രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ പൊതുവെ തമിഴ് സിനിമകളിലുള്ള സംഭവമാണ് ഈ പാസം. അത് പൊതുവെ കണക്റ്റ് ആവാറും കുറവാണ്. എന്നാൽ ആ ഒരു കാര്യത്തിലും മിരുതൻ 100% വിജയിച്ചു എന്ന് തന്നെ പറയാം. ജയൻ രവിയുടെയും അതുപോലെ തന്നെ ജയൻ രവിയുടെ അനിയത്തിയുടെ ക്യാരക്ടർ ചെയ്ത നമ്മുടെ മലയാള ആക്ട്രസ് ആയിട്ടുള്ള അനിക, ഇവരുടെ രണ്ടുപേരുടെയും ഏട്ടൻ അനിയത്തി ആ ഒരു പാസം
അതെനിക്ക് നല്ല രീതിയിൽ കണക്റ്റായി. മെയിനായിട്ട് അനികേനെ സോംബി കടിച്ചിട്ടുള്ള അവിടെയുള്ള ആ ഒരു ജയൻ രവി അനികി തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ സീന് അതൊക്കെ നൈസായിരുന്നു. പിന്നെ ഇതിൽ നമ്മുടെ ഡയറക്ടർ ഒരു വെറൈറ്റി സംഭവം പിടിച്ചിട്ടുണ്ട്. മിരുതൻ സിനിമയിലുള്ള സോംബികൾക്ക് വെള്ളം അലർജിയാണ്. ബാക്കിയുള്ള സോംബി ഫിലിംസിലൊന്നും ഞാൻ ഇതുപോലുള്ള ഒരു സംഭവം കണ്ടിട്ടില്ല. അതും കൊള്ളായിരുന്നു. അതുപോലെ തന്നെ ഇതിലെനിക്കൊരു ഗുഡ് തിങ് ആയിട്ട് തോന്നിയ കാര്യമാണ്, ഇതിൽ ജയൻ രവിയുടെ അനിയത്തിയായിട്ടുള്ള അനികേനെ സോംബി കടിച്ചതിന് ശേഷം അനിക സോംബിയായി മാറാണ്ട് സോംബി വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി അനികയ്ക്കുണ്ടെന്ന് പറയുന്നുള്ള ആ ഒരു സംഭവം എനിക്ക് കണക്റ്റായി. ക്ലൈമാക്സിൽ പിന്നെ അനികേൻ്റെ ബ്ലഡ് വെച്ച് സോംബീസിനുള്ള മെഡിസിൻ കണ്ടുപിടിക്കുന്നു. അതും കൊള്ളായിരുന്നു. സിനിമയിലെ കോമഡി സീൻസ് ഒന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ജയൻ രവിയുടെയും കാളി വെങ്കട്ടിൻ്റെയും ആ ഒരു കോംബോ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയാലും അവരുടെ കോമഡീസും ഇമോഷണൽ സീൻസും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ തുടക്കത്തിലെ പറയാൻ വിട്ടുപോയൊരു കാര്യം, പൊതുവെ തമിഴ് സിനിമകളിൽ നായികമാർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവാറില്ല. നായകൻ്റെ ഒപ്പം ചുമ്മാ വന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സോങ്, അത്രയേ ഉള്ളൂ. എന്നാൽ മിരുതൻ സിനിമയിൽ നായികയായിട്ടുള്ള ലക്ഷ്മി മേനോന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോറി ആ ഒരു നായികയെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ മെയിൻ പോസിറ്റീവ്സിൽ ഒന്നാണ് ക്ലൈമാക്സ്. ഫയർ എഞ്ചിനും കൊണ്ടുവന്ന് ജയൻ രവിയുടെ വെള്ളം വെച്ചിട്ടുള്ള ഒരു മാസ് സീനാണ് ക്ലൈമാക്സിൽ കൊടുത്തിട്ടുള്ളത്. അത് കിടുവായിരുന്നു. പിന്നെ ക്ലൈമാക്സിലുള്ള സോംബീസുമായിട്ടുള്ള ഫൈറ്റ്, അപ്പോൾ ഉള്ള ആ ഒരു സോങ്ങും മിറുത മിറുത എന്ന് പറഞ്ഞ ആ ഒരു സോങ്, അതൊക്കെ ഡീമൻ കിടിലനായിട്ട് തന്നെ പണി വെച്ചിട്ടുണ്ട്. ഇതൊരു സോംബി ഫിലിം ആയാലും ഇതിൽ ലവിന് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ വൺ സൈഡ് ലവിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള മൂവീസിൽ ലവൊക്കെ വരികയാണെങ്കിൽ അത് ഭയങ്കര ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യും. ബട്ട് ഇതൊക്കെ ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തമിഴ് സിനിമകളിലെ സ്ഥിരം ഹീറോക്കളുടെ ആ ഒരു ക്ലീഷെ മാറ്റി മറിച്ചുകൊണ്ടായിരുന്നു ക്ലൈമാക്സിൽ നമ്മളെ ജയൻ രവിയും സോംബിയായി മാറുന്നുണ്ട്. ജയൻ രവിനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അങ്ങനെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൊടുത്തുകൊണ്ട് സോംബി ആയിട്ടുള്ള ജയൻ രവി മരിച്ചിട്ടില്ല. സോംബി ആയിട്ടുള്ള ജയൻ രവിയുടെ ഒരു ബസ്സിൻ്റെ മുകളിലുള്ള ഒരു മാസ് എൻട്രിയും കൊടുത്തുകൊണ്ട് മിരുതാൻ ടു ലോഡിങ് ദ എൻഡ്, അതോടെ പടം കഴിയുന്നു. പൊതുവെ ഇന്ത്യൻ സോംബി സിനിമകളിൽ ഡാർക്ക് കോമഡി മിക്സ് ചെയ്തിട്ടാണ് സോംബി മൂവീസൊക്കെ ഇറക്കാറ്. അതിപ്പോൾ ഹിന്ദിയിലാണേലും കന്നഡയിലാണേലും ഒക്കെ. മിരുതന് ശേഷം തമിഴിലും ഡാർക്ക് കോമഡീസ് ഉള്ള സോംബി മൂവീസ് വന്നിട്ടുണ്ട്. എന്നാൽ മിരുതൻ ഒരു ഡിഫറൻറ്റ് സംഭവം തന്നെയായിരുന്നു. പക്ക സീരിയസ് ആയിട്ട് തന്നെയാണ് മിരുതൻ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ഒരു സിനിമ ആയിരുന്നിട്ട് കൂടി മിരുതൻ സിനിമയ്ക്ക് അർഹിച്ച വിജയം കിട്ടിയില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ് തമിഴ് ഓഡിയൻസ്. ഇപ്പോൾ തമിഴ് ഓഡിയൻസ് ആയാലും എല്ലാ ഓഡിയൻസ് ആയാലും മിരുതൻ 2 വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഈ വർഷം തന്നെ മിരുതൻ 2 അപ്ഡേറ്റും ഉണ്ടാവും. പക്ഷേ ഇവിടെ ശക്തി സൗന്ദരരാജൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മിരുതൻ 2 സ്റ്റോറി തന്നെയാണ്. കാരണം മിരുതൻ 2 ശേഷം ഹോളിവുഡിലായാലും എല്ലാത്തിലും ഒരുപാട് സോംബി മൂവീസ് വന്നു. അതിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് മിരുതൻ 2 എടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലാണ്ട് ക്ലീശ പരിപാടി എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ മിരുതൻ 1 ഷോക്കായിരിക്കും മിരുതൻ 2 അവസ്ഥ. എനിക്കെന്തായാലും ഈ പടത്തിൽ പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് നെഗറ്റീവ്സിനെ കുറിച്ച് പറയാണ്ടിരുന്നത്. എനിക്ക് ഈ സിനിമയിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കണക്റ്റ് ആയതാണ്. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ്. കാലം തെറ്റി ഇറങ്ങിയ സിനിമ എന്നല്ലാണ്ട് മിരുതനെക്കുറിച്ച് നമുക്ക് വേറെ കൂടുതലൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മിരുതൻ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. മിരുതൻ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.